നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്തുപറ്റി? മുറിയിൽ നിന്ന് എന്തെങ്കിലും കാണാതെ പോയോ? എന്താ സുമി, വല്ല മാലയോ മറ്റോ ഊരി വെച്ചതാണോ? അല്ല, ഇന്ന് പുതിയ സെർവന്റ് മുറിയൊക്കെ ക്ലീൻ ചെയ്തിരുന്നു. പക്ഷേ ഇതുവരെ അങ്ങനെ മോഷ്ടിച്ചിട്ടൊന്നുമില്ല. എന്നാലും പറയാൻ പറ്റില്ലല്ലോ. അവസരങ്ങളല്ലേ മനുഷ്യരെ കള്ളന്മാരാക്കുന്നത്. എന്താ ഗിരി, കാണാതെ പോയത് എന്താണെന്ന് പറഞ്ഞാ അന്വേഷിക്കാൻ ഞാനും കൂടെ കൂടാ. ഇല്ല സാരമില്ല, എന്റെ ഒരു ഓഫീസ് ഫയലിന്റെ കാര്യം പറഞ്ഞു. ഓ, അത്രേ ഉള്ളൂ. അല്ല, ഞാനിപ്പോ വന്നത് നാളെ പകല് നീ ഇവിടെ ഉണ്ടാവണമെന്ന് പറയാനാ. എന്താ എന്താ കാര്യം? നിതീഷിന്റെ കല്യാണത്തിന്റെ മുഹൂർത്തം കുറിപ്പിക്കാൻ നമ്മുടെ ശങ്കരം പോറ്റി ജ്യോത്സ്യരോട് നാളെ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനുണ്ടാവും. പിന്നെ കല്യാണം വളരെ ലളിതമായിട്ട് നടത്തിയാ മതിയെന്ന എന്റെ ഒരു അഭിപ്രായം. എന്താ മോൾക്ക് തോന്നുന്നേ? അല്ല, എന്റെ അഭിപ്രായം മാത്രം നോക്കണ്ട കേട്ടോ. സുമിയുടെ വീട്ടുകാരോടും കൂടി ചോദിച്ചിട്ട് മതി. അതിനൊക്കെ സമയമുണ്ടല്ലോ അമ്മേ, നമുക്ക് തീരുമാനിക്കാം. എന്നാ പിന്നെ അങ്ങനെയാവട്ടെ. അത്താഴം എടുത്തു വെച്ചിരിക്കുന്നു, രണ്ടാളും കഴിക്കാൻ വാ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സുമി. ഇവരുടെ സ്വഭാവം എനിക്ക് വായിച്ചെടുക്കാനും പറ്റുന്നില്ല. ഈ കഴിഞ്ഞ 10-35 വർഷം മുഴുവനും അവരെന്നോട് നന്നായിട്ട് മാത്രമേ പെരുമാറിയിട്ടുള്ളൂ. ഇപ്പോഴും നിതീഷിന്റെയും നന്ദിതയുടെയും കല്യാണക്കാര്യത്തിൽ എത്ര നല്ല തീരുമാനങ്ങളാണ് അവരെടുത്തിട്ട് പോയത്. ഇത്രയും നല്ല മനസ്സ് കാണിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് എന്റെ അച്ഛനോട് അങ്ങനെ ഒരു ക്രൂരത ചെയ്യാൻ പറ്റുക? അറിഞ്ഞതും ചിന്തിച്ചു കൂട്ടിയതുമെല്ലാം തെറ്റായിരുന്നു എന്ന് എനിക്കിപ്പോ തോന്നിപ്പോവുക. എല്ലാത്തിന്റെയും ഉത്തരം ആ ഡയറിയിലുണ്ടായിരുന്നു. എല്ലാ സംശയങ്ങളുടെയും ഉത്തരം ആ ഡയറി നമുക്ക് തരുമായിരുന്നു. പക്ഷെ ഇനി ഈ പുകമറയിൽ നിന്ന് ഇനി ഒരിക്കലും എനിക്ക് പുറത്തിറങ്ങാനാവില്ല. തെളിവുകളില്ലാതെ ആരും തെറ്റുകാരാണെന്ന് പൂർണ്ണമായി മുദ്രകുത്താനാവില്ല. നിരപരാധികളെ പോലും സംശയത്തിന്റെ കണ്ണിലൂടെ അല്ലാതെ നോക്കാതിരിക്കാനും ആവില്ല. വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് സുമി നീ എന്നെ കൊണ്ടെത്തിച്ചത്. നമ്മളെല്ലാവരെയും പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോയ സ്ത്രീയാണ് ഗിരി. ഗിരിയുടെ സംശയങ്ങളൊന്നും അസ്ഥാനത്തല്ല. ആരും നിരപരാധികളല്ല. മനുഷ്യത്വം തൊട്ടു തീണ്ടാത്ത പ്രവൃത്തികളാ അവർ ഈ കുടുംബത്തിനോട് ഈ നിമിഷം വരെ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇതൊന്നും തുറന്നു പറയാനാവാതെ വായ മൂടിക്കെട്ടിയ അവസ്ഥയിലായിപ്പോയി ഞാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ചിലപ്പോ വിഷ്ണുവേട്ടന്റെ പരിചയക്കാരെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും കച്ചവടക്കാര്. അങ്ങനെയാണെങ്കിൽ ആളെ കാണുമ്പോ ഓടി മറയേണ്ട കാര്യമുണ്ടോ? എന്തായാലും എന്തോ കള്ളത്തരൊപ്പിക്കാൻ വന്നതാന്ന് ഉറപ്പാ. ഇതിലെ ശരിക്കും നീ കണ്ടതാണോ? ഇതിലും വ്യക്തമായിട്ട് ഞാൻ എങ്ങനെയാ പറയാ? എന്തായാലും വാതില് പൂട്ടിയതുകൊണ്ട് അകത്തേക്കൊന്നും കേറിയിട്ടുണ്ടാവില്ല. പോയി കാണും. ശാലിനി പോയിട്ട് ചേച്ചിയെ കണ്ടില്ലേ? കണ്ടു. അല്ല, റെസ്റ്റോറന്റിലേക്ക് വരുന്നില്ലേ? തുറക്കാൻ സമയായി. ഇനിയിപ്പോ ഇന്ന് ഞാനില്ല, നല്ല ക്ഷീണം. ഇവിടെ ഒറ്റയ്ക്കിരിക്കാനോ? എന്നാ ഞാനും കൂട്ടിരിക്കാം. വേണ്ട വിജിലെ, റെസ്റ്റോറന്റ് അടച്ചിടണ്ട. ഞാൻ ഇന്ദുമതി അമ്മയെ വിളിച്ച് പറയാം മോളെ കൊണ്ടുവരാൻ. എന്നാ അങ്ങനെ ആട്ടെ. അപ്പൊ ഞാൻ പോയിട്ട് വരാം ശാലിനി.
കാര്യത്തിൽ നിന്റെ വിഷ്ണുവേട്ടൻ ആവശ്യമില്ലാത്ത ശുഷ്കാന്തി കാണിച്ചിട്ടാ അയാൾ എന്നെയും നിന്റെ വിഷ്ണുവേട്ടനെ ചേർത്ത് ഓരോന്ന് പറഞ്ഞത്. ആരാ അത്? ആരാ അത്? രോഹിത്. രോഹിത്, രോഹിത് എന്താ ഇവിടെ? എനിക്ക് വിഷ്ണുപ്രിയ ഒന്ന് കാണണം ശാലിനി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എടോ, തനിക്ക് ഞാൻ പറഞ്ഞൊന്നും മനസ്സിലായില്ലേ? പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു ബ്രോ, എന്നാലും പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടില്ല. വിഷ്ണുട്ടാ, രോഹിത് പറയുന്നതിലും കാര്യമുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. മരിച്ചെന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ച് എത്ര നാൾ ഇങ്ങനെ ഒളിവിൽ കഴിയാൻ പറ്റും? അതിനൊക്കെ സാധിക്കുന്നത് കഥയിലും സിനിമയിലും ഒക്കെ മാത്രം. അങ്ങനെ എളുപ്പത്തിൽ നമ്മുടെ പോലീസിനെ ആർക്കും കബളിപ്പിക്കാനൊന്നും പറ്റില്ല. ഒരു പിടികിട്ടാ പുള്ളി കുറുപ്പിന്റെ കഥയൊക്കെ പറയാൻ കാണുമായിരിക്കും. അയാളെ അന്വേഷിക്കാതിരുന്നിട്ടില്ലല്ലോ പോലീസ്. ബീഹാർ ബംഗാൾ അതിർത്തിയിൽ എവിടെയോ വെച്ച് കുറുപ്പ് മരിച്ചെന്നാ പോലീസിന്റെ റിപ്പോർട്ട്. അല്ലെങ്കിലും അത്ര വലിയ കള്ളനൊന്നുമല്ല ഞാൻ. മറ്റാർക്കും മുഖം കൊടുക്കാതെ എത്ര കാലം ഇങ്ങനെ ഒളിവിൽ കഴിയാൻ സാധിക്കും? ഞാൻ ഇനിയും ജോലിക്ക് പോയില്ലെങ്കിൽ എന്റെ കുടുംബം എങ്ങനെ കഴിയും? അല്ലെങ്കിൽ വിദേശത്തേക്കോ മറ്റാ പോവാം. പക്ഷേ ഏത് പ്രതികാരത്തിന്റെ പേരിലായാലും അമ്മയെ കൂടാതെ എനിക്കൊന്നും പറ്റില്ല ബ്രോ. എന്റെ ബ്രോ, ഒരു രാത്രിയുടെ ഇടവേള മാത്രം ഞാൻ തന്നോട് ചോദിക്കുന്നുള്ളൂ. സുസ്മിതയെ പൂട്ടാനുള്ള വലക്കണ്ണികളെല്ലാം മുറുക്കി വെച്ചിരിക്കുക. ഈ സമയത്ത് താൻ പുറത്തുണ്ടെന്നറിഞ്ഞാൽ കേസ് തന്നെ ഇല്ലാതാവും. സുസ്മിതയുടെ വക്കീൽ അതൊരു ആയുധമാക്കും. എടോ, ഇപ്പൊ കൊലക്കേസിലെ പ്രതിയ സുസ്മിത. ആ കേസിൽ അവൾ ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യത നമ്മൾ വിട്ടുകളയണോ? പക്ഷെ വിഷ്ണുട്ടാ, മുന്നോട്ടെന്താ? എന്നായാലും രോഹിത് ജീവനോടെ ഉണ്ടെന്ന് നിയമം അറിയില്ലേ? അറിയും. അപ്പോഴേക്കും അവളെ പൂട്ടാനുള്ള അടുത്ത വഴി നമുക്ക് ആലോചിക്കാനുള്ള സമയമെങ്കിലും കിട്ടുമല്ലോ. എടോ, രോഹിത് ഇപ്പൊ പഞ്ചായലാസിലെ സെറ്റിൽമെന്റ് കോളനിയിലായിരുന്നെങ്കിലോ? ഇനിയിപ്പോ അതല്ല, വിജയൻ എന്ന പോലീസുകാരന്റെ കൈകൊണ്ട് മരണപ്പെട്ടിരുന്നെങ്കിലോ? ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയ സുസ്മിതയ്ക്ക് തക്കതായ ശിക്ഷ നമുക്ക് വാങ്ങിച്ചു കൊടുക്കണ്ടേ? എന്നാ ഞാൻ ഇറങ്ങാ ബ്രോ. എടോ, അല്ല, ചായ കുടിച്ചില്ല? എനിക്ക് വേണ്ട.
വിഷ്ണുട്ട, ഇക്കാര്യം രഞ്ജിനി ചേച്ചിക്ക് അറിയാമോ? ഇല്ല. എങ്കിൽ നമുക്ക് അർജുനേട്ടനോടെങ്കിലും. വിഷ്ണുട്ടന്റെ ബ്രദറിലോ മാത്രമല്ലല്ലോ, നമ്മുടെ പഞ്ചകൈലാസ യാത്രയിൽ ഒപ്പം ഉണ്ടായിരുന്നല്ലേ. പോരെങ്കി നമ്മുടെ വക്കീലും. ശാലിനി, തൽക്കാലം ഇപ്പൊ ആരും അറിയണ്ട. വിഷ്ണുട്ട, ഈ തീരുമാനം ശരിയാണോന്ന്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. തനിക്കെന്താ സുഖമില്ലേ? അങ്ങനെ അസുഖമായിട്ടൊന്നുമില്ല. ചെറിയൊരു പനിയുടെ ലക്ഷണം പോലെ. കുളിരുന്നുണ്ട്. നോക്കട്ടെ. ടെമ്പറേച്ചർ ഉണ്ടല്ലോ. വലിയ പനിയൊന്നുമില്ല. ഞാൻ അറിയാതെ അച്ഛനോട് അക്കാര്യം ഒന്ന് പറഞ്ഞുപോയി. ഇതിപ്പോ 3ാമത്തെ തവണയാ വിളിക്കുന്നത്. തനിക്ക് വയ്യാത്ത കാര്യം എന്താ എന്നോട് പറയായിരുന്നേ? അയ്യോ, അങ്ങനെ പറയാനും മാത്രമൊന്നും ഇല്ല സച്ചേട്ടാ. അത് ഇയാളാണോ തീരുമാനിക്കുന്നത്? വാ, ഇപ്പൊ തന്നെ നമുക്ക് ഡോക്ടറെ പോയി കാണാം. ബെസ്റ്റ്. ഇതിപ്പോ അച്ഛനേക്കാളും കഷ്ടമായല്ലോ. എടോ, ഇപ്പോഴത്തെ പനിയൊന്നും വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല. പനിയെന്നാ വേറെ വലിയ അസുഖങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ശരി, ഇപ്പൊ എന്താ വേണ്ടത്? ഡോക്ടറെ കാണണം, മെഡിസിൻ കഴിക്കണം. ഈ രാത്രി ഇനി ഡോക്ടറെ കാണാനൊക്കെ പോയാ ഇവിടെ എല്ലാവരും അറിഞ്ഞ ചോദ്യം പറച്ചിലൊക്കെ ആവും. ഗുളിക കഴിക്കാനാണെങ്കിൽ അത് ഇവിടെ തന്നെ ഉണ്ട്. തൽക്കാലം ഇതൊന്ന് കഴിച്ചു നോക്കാം. രാവിലെ ആയിട്ടും കുറഞ്ഞില്ലെങ്കിൽ ആശുപത്രി പോവാം. തനിക്ക് എന്തെങ്കിലും അസുഖം വന്നാല് എല്ലാവരും അറിഞ്ഞിട്ട് ഞാൻ അറിയൂ. താൻ എന്ത് ചെയ്യാൻ പോവാ? കിടക്കാൻ. ഇവിടെയോ? പിന്നല്ലാതെ എവിടെയാ? ഇയാളുടെ ഒരു കാര്യം. വാ, ഇവിടെ ഇരുന്നേ. ഇരിക്ക്. ഈ പനിയും വെച്ചിട്ട് ഈ തണുത്ത തറയിൽ കിടന്നാല് പനി കൂടുതലേ ഉള്ളൂ. താനിന്ന് കട്ടിൽ കിടന്നാ മതി. ഇനി കൂടുതൽ ആലോചിക്കൊന്നും വേണ്ട, കിടക്ക്. കിടന്നു. വേഗം ഉറങ്ങിക്കോ. ഒരുറക്കം കഴിയുമ്പോഴേക്കും പനി പമ്പടക്കും. എന്തുപറ്റി? നല്ല തലവേദന. ഞാൻ ബാമ്പൊരട്ടിത്തന്നെ. ആ പില്ലോ എടുത്തേ. കിടന്നു. അർച്ചന, അർച്ചന ഉറങ്ങിയോ? അർച്ചന, അർച്ചന. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി.
സി5 ആപ്പ് കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ സി5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഹലോ, ആരാ? ഞാനൊരു ഫോട്ടോ അയച്ചിരുന്നു. ചന്ദ്രൻപിള്ള സാറ് ഒരു റിപ്ലൈയും തന്നില്ല. ലച്ചുവിന്റെ ഭർത്താവിന്റെ ഫോട്ടോ അല്ലേ? ഞാൻ അല്പം തിരക്കിലായിപ്പോയി. ഇപ്പൊ തന്നെ നോക്കിയിട്ട് പറയാം. ഞാൻ ചന്ദ്രൻപിള്ള സാറിന്റെ മറുപടിക്കായിട്ട് വെയിറ്റ് ചെയ്യുക. ആ, ഞാൻ നോക്കട്ടെ. ഇനി ആൾ അതല്ലെങ്കിൽ യഥാർത്ഥ ആളിന്റെ ഫോട്ടോ എന്റെ ഫോണിലുണ്ട്. ഞാനതങ്ങോട്ട് അയച്ചു തരാം. വളരെ ഉപകാരം. അതിന്റെ ഒന്നും കാര്യമില്ല. ജനസേവനമല്ലേ എന്നെ പോലുള്ള പാർട്ടി പ്രവർത്തകർ ചെയ്യേണ്ടത്. ഇതും ഒരു സേവനമാ. ചന്ദ്രൻപിള്ളയുടെ മെസ്സേജ് തന്നെ. ചന്ദ്രൻപിള്ള അയച്ചേരാവെന്ന് പറഞ്ഞത് താലി കെട്ടിയവന്റെ ആണെങ്കിൽ കവിത നീ ജയിച്ചു. ഇതാണ് ലച്ചുവിന്റെ ഭർത്താവ്. കൂസാതെയുള്ളവന്റെ ഇരിപ്പ് കണ്ടില്ലേ? അമ്മു വരുമ്പോ അവൻ തന്നെ ഭർത്താവെന്ന് പറയുമെന്ന് വിശ്വാസത്തിലാ അവൻ. അവള് കൂടി അറിഞ്ഞ ഡ്രാമയല്ലേ, അമ്മു സമ്മതിച്ചു കൊടുക്കും. എല്ലാവരും അതങ്ങ് വിശ്വസിക്കുമെന്ന അവളും കരുതുന്നത്. പക്ഷെ ഗൗതം അയച്ച ഫോട്ടോയ്ക്ക് റിപ്ലൈ വന്നാൽ എല്ലാവരും പെടും. സഞ്ജുവിനെ തന്നെ അവന്റെ ഫോട്ടോ കാണിച്ച് ഞാൻ പറയും, ഇതാണ് മോനെ അമ്മുവിന്റെ ഭർത്താവെന്ന്. ഇത് ഞാൻ പറയുന്നതല്ല, അമ്മുവിന്റെ നാട്ടുകാർ പറയുന്നതാണെന്ന്. അവിടെ വച്ച് അവൻ കവിതയുടെ കാൽ കീഴിൽ കിടക്കും. ഇതാണ് ലച്ചുവിന്റെ ഭർത്താവ്. കവിതേ, ഞാൻ സഞ്ജുവിന്റെ ഫോട്ടോ ചന്ദ്രൻപിള്ളയ്ക്ക് അയച്ചു. അതല്ല, ലച്ചുവിന്റെ ഭർത്താവ് ഇതാണെന്ന് പറഞ്ഞു അയാൾ അയച്ചു തന്ന ഫോട്ടോ ആയിരുന്നു. ഇവനാണോ അവിടെ വന്നിരിക്കുന്നത്? ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ് കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ സി5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഈ നിൽക്കുന്നവനെ നിനക്ക് എവിടെയെങ്കിലും വെച്ച് കണ്ട് പരിചയമുണ്ടോ? നിനക്കിവനെ അറിയാമോന്ന് എന്റെ ചോദ്യം. അറിയാം. ഇവനും നീയും തമ്മിലുള്ള ബന്ധമെന്താ? അതറിയാനാ ഇവിടെ എല്ലാവരും കാത്തിരിക്കുന്നത്. അമ്മ എന്തിനാ അവളെ ചോദ്യം ചെയ്യുന്നേ? ആന്റി ചോദിക്കട്ടെ സോദി. എല്ലാവരുടെയും സംശയം മാറാതെ എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ പോലീസിനെ വിളിക്കുന്നല്ലേ ഇവിടെ തങ്ങൾ പറഞ്ഞിട്ട് പോയത്. നീ സത്യം പറ, ഇവൻ നിന്റെ ഭർത്താവാണ്?
ലച്ചു, അവന്റെ മുഖത്ത് നോക്കി പറയടി. പിന്നെ ഇവൻ നിന്റെ ആരടി? ഇവനാ നിന്റെ ഭർത്താവാന്ന് ഇവിടെ വന്ന് പറഞ്ഞത്. അയാൾ എന്റെ കഴുത്തിൽ താലി കെട്ടിയ മനുഷ്യൻ മാത്രം. പിന്നെ ഇവൻ നിന്റെ ഭർത്താവല്ലാന്ന് നീ പറഞ്ഞതോ? താലി കെട്ടിയത് എന്നൊരു ആപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. അതൊരു കല്യാണ നാടകമായിട്ട് കാണാനും എന്നോട് പറഞ്ഞിരുന്നു. താലി കെട്ടിയതുകൊണ്ട് മാത്രം ഭർത്താവില്ല. പിന്നെന്തിനാടി നീ ഈ താലിയും കഴുത്തി തൂക്കി നടക്കുന്നത്? അതങ്ങ് അഴിച്ചു കളയാൻ പാടില്ലേ? ഈ താലിയുടെ ബലത്തിലാ അന്ന് ഞാൻ രക്ഷപ്പെട്ടത്. എനിക്കൊരു ബലമായി തോന്നി. ഇപ്പോഴും എനിക്ക് ഈ താലി ഒരു ബലം തന്നെയാ. ഇപ്പോഴും ഒരു അലങ്കാരമായിട്ട് ഞാൻ കൊണ്ടു നടക്കുന്നത് അതുകൊണ്ട് തന്നെയാ. എനിക്ക് ഭാരമായി തോന്നുമ്പോ ഞാനത് അഴിച്ചു വെച്ചാ പോരെ? ഇനി എന്താ ഇവിടെ ഉള്ളവർക്ക് അറിയേണ്ടത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അന്ന് ഗാർഗി പറഞ്ഞ പോലെ അത് ഇത് തന്നെ ആവാനാണ് സാധ്യത. വിശാൽ സാറിന്റെ മുറിയിലിരുന്ന ഇതമ്മ കണ്ടുപിടിക്കും. നീ ഇത് എന്നെ ഏൽപ്പിക്കുന്ന കാര്യം വിശാലിന് അറിയോ പാർവതി? ഇല്ല, വിശാൽ സാറിനോട് ഞാൻ പറഞ്ഞോളാം. ഇതിൽ എന്തൊക്കെയോ സൂത്രങ്ങളുണ്ട്. ഇതെന്ന് പട്ടുകൊണ്ട് ചുറ്റിക്കെട്ടിയത് കണ്ടപ്പോഴേ എനിക്കിത് തോന്നിയതാ. ശരിക്കും എന്താ ചെറിയമ്മ ഇത്? ഗായത്രി ചേച്ചിയുടെ മനസ്സായതെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ വിശാൽ സാർ പറഞ്ഞത് ഗായത്രി അമ്മയുടെ ജീവൻ തന്നെ ഇതെന്നാ. ഇങ്ങനെ സസ്പെൻസ് ഇടാതെ എന്താ സംഭവം ആരെങ്കിലും ഒന്ന് വ്യക്തമായിട്ട് പറയും. പറയാം. ആർക്കും കിട്ടാത്ത ഒരു സമ്മാനം വേണോന്ന് വിശാൽ സാർ ആവശ്യപ്പെട്ടപ്പോ ഗായത്രിയമ്മ കൊടുത്ത സമ്മാനമാ ഈ പെട്ടി. ഇത് തുറക്കുമ്പോ പാട്ടൊക്കെ കേൾക്കും. ഇതിൽ എന്തൊക്കെയോ സൂത്രങ്ങളുണ്ട്. അതെന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയപ്പോഴാ ഗായത്രിയമ്മയ്ക്ക് ഫോൺ വന്നത്. അതിനുശേഷം പുറത്തുപോയ ഗായത്രിയമ്മ പിന്നെ തിരിച്ചു വന്നിട്ടില്ല. അപ്പോ ഇത് കാരണമാണോ ഗായത്രിയമ്മ മരിച്ചത്? അതൊന്നും എനിക്കറിയില്ല ഗാർഗി. ആണോ ചെറിയമ്മ? ഗായത്രിയമ്മയുടെ മരണവും ഈ പെട്ടിയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാ ഞാനിപ്പോ എന്താ പറയാ? ഇതിൽ എന്തൊക്കെയോ സൂത്രങ്ങളുണ്ടെന്ന് പാർവതി പറഞ്ഞില്ലേ? അത് സത്യ. പക്ഷെ സൂത്രങ്ങളല്ല, രഹസ്യങ്ങൾ. അത് വെളിച്ചത്ത് വന്ന പ്രഭാവതിയുടെ ആരും കണ്ടിട്ടില്ലാത്ത മറ്റൊരു മുഖം തുറക്കപ്പെടും. ചെറിയമ്മ ഒന്ന് തെളിച്ചു പറയൂ. ഇല്ല മോളെ, അത് പറയേണ്ട ആള് ഞാനല്ല. സമയാവുമ്പോ എല്ലാവർക്കും അത് മനസ്സിലാവും. അപ്പോ ഞാൻ സംശയിച്ചത് ശരി തന്നെയാവും. അമ്മ തിരയുന്നത് ഇത് തന്നെയാ. അമ്മയ്ക്കിതിനെ നല്ല പേടിയാ. ഇത് തിരഞ്ഞ് അമ്മ കേറാൻ ശ്രമിക്കാത്ത ഒറ്റ മുറിയെ ഈ വീട്ടിലുള്ളൂ. അത് ചെറിയമ്മയുടെ മുറിയാ. അതുകൊണ്ടാ ഞാനിത് ചെറിയമ്മയെ ഏൽപ്പിക്കാൻ വന്നത്. ഇത് ഇവിടെ വെച്ചാലും പ്രഭാവതിയുടെ കയ്യിൽ കിട്ടില്ലെന്നാ എന്റെ മനസ്സ് പറയുന്നേ. അതെന്താ ചെറിയമ്മ?
ഗായത്രി ചേച്ചിയുടെ ആത്മാവ് ഇതിന് കാവലുണ്ട്. ചെറിയമ്മയുടെ കയ്യിൽ ഇത് ഏൽപ്പിക്കാൻ എന്നെ തോന്നിപ്പിച്ചതും ആ ആത്മാവ് തന്നെയാവും. ഇത് ചെറിയമ്മ വെച്ചാ മതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പേടിക്കണ്ട, വേദനിക്കില്ല. ഇത് ഇഞ്ചക്ട് ചെയ്താൽ മതി. സ്വസ്ഥമായിട്ട് ഉറങ്ങിക്കൊള്ളും. ഉറക്കത്തിൽ സംഭവിച്ച ഒരു കാർഡിയാക് അറസ്റ്റ്. അങ്ങനെ വിശ്വസിച്ചോളും എല്ലാവരും. മറ്റുള്ളവർ സത്യം മനസ്സിലാക്കണമെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യണം. അതൊന്നും ഉണ്ടാവില്ല. അയ്യോ, എന്റെ ഗോപിയേട്ടന്റെ ശരീരം വെട്ടിമുറിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഗോപിയേട്ട, ഞാൻ സമ്മതിക്കത്തില്ല. അപ്പൊ ചെകുത്താനെ മനസ്സിൽ പ്രാർത്ഥിച്ച് ഐശ്വര്യമായിട്ട് തുടങ്ങിക്കോ. അല്ലെങ്കിൽ വേണ്ട, ചത്ത് കഴിഞ്ഞ് നെഞ്ചത്തടിച്ച് കരയാം. വായിച്ചി. ചേച്ചി, ഇപ്പോഴാ ഒരു മനസമാധാനമായത്. അളിയനെ മനസമാധാനത്തോടെ പറഞ്ഞയക്കാൻ പറ്റിയല്ലോ. സമാധാനപ്പെടാൻ വരട്ടെ പ്രതാപ. അത് സൈനൈഡ് അല്ല, സ്ലോ പോയിസൺ ആയിട്ടുള്ള ഒരു മരുന്നാണ്. വക്കീലിനെ ഒന്നുകൂടെ നീ വിളിക്കണം. നീ എന്റെ ഫോണിങ് എടുത്തേ. ചേച്ചി, ലീഗലായിട്ട് മൂവ് ചെയ്ത അളിയന്റെ സമ്പാദ്യത്തിന്റെ കാൽഭാഗം ചേച്ചിക്ക് കിട്ടുമെന്നല്ലേ വക്കീല് പറഞ്ഞത്? പക്ഷേ അളിയന്റെ സ്വത്തിൽ മരുമകൾക്കല്ല ഭാര്യയ്ക്കാണ് നിയമപരമായ അവകാശം എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിച്ച ചിലപ്പോൾ അളിയന്റെ മുഴുവൻ സമ്പാദ്യങ്ങളും ചേച്ചിക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമുക്ക് ആ വഴിക്ക് ഒരു നീക്കം നടത്തി നോക്കിയാലോ? അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ ചിന്തിക്കണ്ട. ഭർത്താവ് മരിച്ചതിന്റെ ദണ്ണത്തില് കണ്ണീരും കൈയുമായി കഴിയുന്ന ഉത്തമ ഭാര്യയുടെ വേഷമായിരിക്കും എനിക്കിനി കുറച്ചു ദിവസത്തേക്ക്. എന്റെ ഗോപിയേട്ടൻ പോയേ എന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ച് നിലവിളിക്കുമ്പോ സ്വത്തിനെ കുറിച്ചൊന്നും ചിന്തിക്കാനേ പാടില്ല. ഗോപിയേട്ടന്റെ സ്വത്തല്ല എനിക്ക് വലുത്, ഗോപിയേട്ടനാണെന്ന് എല്ലാവർക്കും തോന്നണം. എന്റെ പൊന്നോ, ഞാൻ നമിച്ചു ചേച്ചി. തരികിട പണികൾ അറിയാവുന്ന ഒരു ബുദ്ധിരാക്ഷസിയാ എന്റെ ചേച്ചി. ദേ, എന്റെ ചേച്ചിയെ കണ്ടുപഠിച്ച എത്ര വലിയ ശുദ്ധാത്മാക്കളും ഒന്നാന്തരം ക്രിമിനലുകളായി മാറും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ പ്രശ്നം? ഏയ്, ഒന്നുമില്ല. രാത്രിയിലെ ശ്യാമയ്ക്ക് എന്തോ പെട്ടെന്നൊരു വെപ്രാളം പോലെ തോന്നി. എന്നിട്ട് ഇവിടെ പൂജാമുറിയിൽ പൂജിക്കാൻ വെച്ചിരുന്ന വസ്ത്രത്തിനും തനിക്കൊക്കെ എന്തോ സംഭവിച്ചു എന്നൊരു തോന്നല്. എന്നിട്ട് എന്നെ വിളിച്ച് ഇങ്ങോട്ട് ഓടി വന്നു. ഇവിടെ എത്തിയപ്പോ
അപ്പച്ചി ഐശ്വര്യ അടുത്ത് ഇവിടെ നിൽക്കുന്നു. അപ്പച്ചിയുടെ കൈക്ക് വേദനയായിട്ട് ബഹളം ഉണ്ടാക്കുന്നു. അപ്പച്ചി, ആ താലി ശക്തിയുള്ള താലിയാ. എന്റെ പ്രാർത്ഥനയും പ്രതീക്ഷയൊക്കെ ഉള്ള താലിയാ. അപ്പച്ചി, അപ്പച്ചി പറ, അതിനടുത്ത് നിങ്ങൾ പോയോ? അപ്പച്ചി, അപ്പച്ചി ആ താലി എടുക്കാൻ ശ്രമിച്ചോ? കള്ളം പറഞ്ഞ കൈക്ക് ഇനിയും വേദന വരും. മോളെ, ഞാൻ പറയാം. എന്ത് പറയാന്ന്? അപ്പച്ചി ഒന്ന് ഉറങ്ങാൻ നോക്ക്. അപ്പച്ചി, അപ്പച്ചി, എന്താണ് സംഭവിച്ചത്? തുറന്നു പറ. അഖിൽ സർ, വേണ്ട, ഒന്നും ചോദിക്കണ്ട. എനിക്കെല്ലാം മനസ്സിലായി. അന്ന് ഭസ്മത്തിലും കർപ്പൂരത്തിലും കള്ളം ചെയ്യാൻ നോക്കി. ഇന്നതാ താലിയും വസ്ത്രമൊക്കെ നശിപ്പിക്കാൻ നോക്കി. ദേ, കാണാത്ത കാര്യങ്ങൾ പറയരുത്. ഞാനിപ്പോ അച്ഛനും അമ്മയൊക്കെ വിളിച്ചുണർത്തും. നീ കാരണം ഇവിടെ ഓരോന്നും സംഭവിക്കുന്നേ. പാവം അമൃതേടത്തിയെ ദ്രോഹിച്ചു, അങ്ങനെ അമൃതേടത്തിയെ അകറ്റി. ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങനെ മാറ്റാനായിരിക്കും. ഐശ്വര്യ വന്നേ, ഉള്ളിലേക്ക് വന്നേ. ഏട്ടാ, ഞാൻ ഐശ്വര്യത്തോട് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഐശ്വര്യടുത്തി, ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഈ 15-ാം തീയതി അഖിൽ സാറിന്റെയും എന്റെയും വിവാഹം നടക്കും. പിന്നെ അത് നടക്കാതിരിക്കണമെങ്കിൽ അതിന് ദൈവം തന്നെ വിചാരിക്കണം. അല്ലാതെ നിങ്ങളെ കൊണ്ടൊന്നും മുടക്കാൻ പറ്റില്ല. നിങ്ങളതിന് ശ്രമിക്കുകയും വേണ്ട, അത് നടക്കില്ല. എന്റെ വിധി അല്ലാണ്ട് എന്ത് പറയാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വാ മോളെ. എന്താ മോളെ? അമ്മേ, അച്ഛാ, എന്നോട് ക്ഷമിക്കണം. നേരത്തെ അച്ഛൻ എന്നോട് ചോദിച്ചതിന് ഞാൻ മറുപടി പറഞ്ഞില്ല. അച്ഛനെ അമ്മയും അവഗണിക്കുന്നത് പോലെ ഞാൻ പ്രവർത്തിച്ചു. ക്ഷമിക്കണോ അച്ഛാ? മാപ്പ്. മോളെ, മോളെ ഇവിടെ ഇരിക്കും. ഇല്ലമ്മേ, ഞാൻ പോവാ. മോളെ, അച്ഛൻ പറയുന്ന അനുസരിക്കണം. വന്നേ, വാ വാ ഇരിക്കെ. മോളുടെ വിഷമം മാറിയോ? ഇനി മോള് പറ, എന്താ മോളുടെ പ്രയാസം? ഒന്നുമില്ലമ്മേ, ഒന്നുമില്ല.
ആദി മോളെ വഴക്ക് പറഞ്ഞു? ഏയ് ഇല്ല, അങ്ങനൊന്നുമില്ല. മോളെ, ഇവിടെ അച്ഛനും അമ്മയും മോളും മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോ ഇവിടെ സംസാരിക്കുന്നത് ആരും അറിയില്ല എന്ന് ഞങ്ങൾ ഉറപ്പുവരുന്നു. മോളെ ഞങ്ങളോട് പറ, എന്താ നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഞങ്ങളോട് മോള് ദേഷ്യം കാണിച്ചു. അതറിയാതെ കാണിച്ചതാണെന്ന് മനസ്സിലായി. പക്ഷേ അതിനുള്ള സാഹചര്യം എന്താ? ഒന്നുമില്ലമ്മേ. ശ്യാമയുടെ കാര്യങ്ങൾക്ക് മുൻകൈ എടുത്തത് മോളാ. പക്ഷേ ഇപ്പൊ മോൾ അതിലൊന്നും ഇടപെടുന്നില്ല. ശ്യാമയോട് സംസാരിക്കുന്നത് പോലുമില്ല. ഇന്നിപ്പോ ഞങ്ങളോടും അകൽച്ച കാണിച്ചു. എന്താ മോളെ, ഈ കല്യാണ ചടങ്ങൊന്നും മോക്ക് ഇഷ്ടാവുന്നില്ലേ? മോളെ, അമ്മ ചോദിച്ചത് കേട്ടില്ലേ? ശ്യാമയുടെ കാര്യങ്ങൾ എന്നോട് ചോദിക്കണ്ടമ്മേ. മോളെ, മോൾ എന്താ ഈ പറയുന്നേ? മോളുടെ സ്വന്തം അനിയത്തിയല്ലേ ശ്യാമ? ഏറ്റവും അടുത്ത കൂട്ടുകാരി. ശ്യാമയ്ക്ക് വേണ്ടി മോൾ ഐശ്വര്യമായിട്ട് വഴക്കുവരെ ഉണ്ടാക്കി. ശ്യാമയെ കമ്പനിയുടെ മുകളിലെത്തിക്കാൻ മോളും പിന്തുണ കൊടുത്തു. എന്നിട്ടിപ്പോ ആനന്ദേട്ടാ, ഇത് ചെറിയൊരു വിഷയമല്ല. നമ്മൾ കൃത്യമായിട്ട് ഇടപെടണം. മോള് പറ, പറഞ്ഞിട്ടേ പോകാൻ അമ്മ സമ്മതിക്കൂ. ഞങ്ങള് കരുതിയത് ആദ്യമായിട്ട് എന്തോ ഒരു തർക്കം വന്നാ. പക്ഷേ ശ്യാമയായിട്ടെന്താ മോളെ? അവളൊരു പാവമല്ലേ? അല്ല, അവള് പാവമല്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കഴിഞ്ഞതിനേക്കാൾ ചെറിയ ചെറിയ ഇംപ്രൂവ്മെന്റ് ഒക്കെ ഉണ്ടല്ലോ. ഇനി ആ ഫൈൻ ആർട്സ് കോളേജിലെ പഠിത്തം കൂടി ആവുമ്പോ പെർഫെക്റ്റ് ആവും. ഫൈൻ ആർട്സ് കോളേജ് ഒന്നും നടക്കില്ല കുഞ്ഞേച്ചി. ഇത് വെറും ടൈം പാസ്, അത്ര തന്നെ. അതെന്താടി, എഡ്യൂക്കേഷൻ ലോണിന് കൊടുത്തിട്ട് കിട്ടില്ലെന്ന് പറഞ്ഞു അവര്. ബാങ്ക് മാനേജർക്ക് നമ്മളെ വിശ്വാസമില്ലെന്ന് പറഞ്ഞു. ലോൺ തിരിച്ചടയ്ക്കാൻ കഴിവുണ്ടെന്ന് തോന്നിയാലേ അവര് സാങ്ഷൻ ചെയ്യൂ. ഷെടാ, ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? നിന്റെ വലിയ ആഗ്രഹമായിരുന്നല്ലോ ചിത്രകല ശാസ്ത്രീയമായിട്ട് പഠിക്കണമെന്നുള്ളത്. ആഗ്രഹം ആഗ്രഹമായിട്ട് തന്നെ കിടക്കും, അത്ര തന്നെ. അത്രയും അല്ല. ഇത് നിനക്കുള്ളതാ. ഫൈൻ ആർട്സ് കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ. ചേച്ചി, ഇത്രയും കാശ് ഇതെവിടെ നിന്നാണെന്നാണ് ചോദ്യം. അതിന്റെ ഉത്തരം എനിക്ക് നിങ്ങളോടുള്ള ഒരു മറു ചോദ്യമാണ്. ആര്യക്ക് ഈ പഠിക്കാനുള്ള ആഗ്രഹം നിങ്ങൾ രണ്ടാളും എന്തിനാ എന്നിൽ നിന്ന് മറച്ചു പിടിച്ചത്? ഈ ചേച്ചി അത്രയ്ക്ക് കഴിവുകെട്ടവളാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നല്ലേ? അയ്യോ ചേച്ചി, അങ്ങനെയൊന്നും കരുതല്ലേ. ഇപ്പൊ തന്നെ ഞങ്ങള് 3 പേരുടെ എല്ലാ കാര്യവും ചേച്ചിയുടെ ചുമതലയിലുണ്ട്. അതിന്റെ കൂടെ ഈ ഭാരവും കൂടി വെച്ചാ. അല്ലെങ്കിലും പടം വരയ്ക്കാൻ വലിയ കോളേജിലൊന്നും പോയി പഠിക്കേണ്ട കാര്യമൊന്നുമില്ല വല്യേച്ചി. ഈ ലോകത്തുള്ളവരെല്ലാം കോളേജിൽ പോയി പഠിച്ചിട്ടാണോ പടം വരയ്ക്കുന്നത്? നമ്മള് ചുമ്മാതങ്ങ് പേപ്പറും പേനയും എടുത്തങ്ങ് തുടങ്ങാ, വരച്ച് വരച്ചങ്ങ് നന്നായിക്കോളും. എന്നിട്ടാണോടി നീ ബാങ്കിൽ പോയി കാവല് കിടന്നത് എഡ്യൂക്കേഷണൽ ലോണിന്? വെറുതെ നമ്പർ ഇറക്കരുത്. ഞാനേ നിന്റെയൊക്കെ ചേച്ചിയാണ്, ശത്രു അല്ല.
നിക്കവിടെ. എടി പിള്ളരെ, നിങ്ങൾക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്നതിനപ്പുറം എനിക്ക് എന്ത് സന്തോഷമാണുള്ളതെന്ന് പറ. ഏറ്റവും വലിയ സൗഭാഗ്യങ്ങൾ ആസ്വദിച്ചു കഴിഞ്ഞ നമ്മള് ഒട്ടും പ്രതീക്ഷിക്കാതെ അതൊക്കെ ഇട്ടെറിഞ്ഞു പോന്നപ്പോ ഞാൻ ഒറ്റയ്ക്കായി പോയില്ലല്ലോ എന്നതായിരുന്നു എന്റെ ഏറ്റവും വലിയ ആശ്വാസം. നിങ്ങളുടെ കണ്ണ് നിറയാതെ ഈ കാലം അത്രയും കാത്തു സൂക്ഷിച്ചു വളർത്തി എന്നതാണ് എന്റെ എന്നത്തെയും ആനന്ദം. അതുകൊണ്ട് നിങ്ങളുടെ സന്തോഷത്തിനു വേണ്ടി ഇനിയും ഈ ചേച്ചി എന്തും ചെയ്യും. നിങ്ങളുടെ സന്തോഷത്തിനപ്പുറം എനിക്ക് നേടാനായി വേറെ ഒന്നുമില്ല. ആര്യ പഠിക്കണം, നല്ല ചിത്രകാരിയായി നീ വളരണം. അത് കാണാനാ ഈ ചേച്ചി കാത്തിരിക്കുന്നത്. അതിനാ ഞാൻ എന്റെ സ്വർണവളകൾ വിറ്റതും. വല്യേച്ചി, സാരമില്ല പിള്ളേരെ, സ്വർണ്ണമല്ലേ, നാളെ ആയാലും വാങ്ങാം. വിദ്യാഭ്യാസവും സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടുമ്പോഴേ കിട്ടൂ. ആ അവസരം നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. വാ, വന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തന്നാ നമുക്കിതങ്ങ് ആഘോഷിക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.